ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഫ്രൈഡേ. സുത്തോസനാണ് ഫിൻലാൻഡിൽ നിന്നാണ് ഗൈസ്. ഇന്ന് ഒരു യാത്ര തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലാപ്രണ്ട എന്ന സ്ഥലത്താണ് യാത്ര. അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ. അപ്പോൾ 7 മണി, ഇപ്പോൾ സമയം 7:30 ആവണുള്ളൂ. 7:30 ആകുമ്പോൾ അവർ വരും. അപ്പോൾ ഇവിടെ നിന്നൊരു 4 മണിക്കൂർ യാത്രയുണ്ട്. നിറയെ നല്ല മഞ്ഞുണ്ട്. എന്നാലും ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു. അവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവിടുന്ന് പോകുന്ന വഴിയിലുള്ള യാത്രകളിലുള്ള വിശേഷങ്ങൾ, അതുപോലെ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ, അവിടെ റൂം എടുത്തിട്ടുള്ള വിശേഷങ്ങൾ ഒക്കെ ഞാൻ കാണിച്ചു തരാം. booking.com നിന്നാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. 60 euro ആയിട്ടുള്ളൂ. വളരെ ചീപ്പായിട്ട് ഞങ്ങൾ റൂം കിട്ടി. അപ്പോൾ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ മലയാളീസ് ഉണ്ട്. അവിടെ ഒരു മലയാളി ഉണ്ട്, ഒരു മലയാളി ഫാമിലി ഉണ്ട്, അതുപോലെ ഹിന്ദിക്കാരുടെ നോർത്ത് ഇന്ത്യൻസ് ഫാമിലി ഉണ്ട്. അവിടെ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയുള്ള പട്ടേൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഉണ്ട്. ആളുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോണത്. അപ്പോൾ ഞാനും കൂടി അവരുടെ ഫ്രണ്ടാണ്. കാരണം ഞങ്ങൾ നേരത്തെ അവിടെ ട്രാവൽ പോയിരുന്നു, അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ ലോങ് വീക്കെൻഡാണ് ഫിൻലാൻഡിൽ. ഇപ്പോൾ നാളെ, ഇന്ന് ഫ്രൈഡേ ഇവിടെ ഓഫാണ്, നാഷണൽ ഡേ ആണ്. അപ്പോൾ ലോങ് വീക്കെൻഡാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള വീക്കെൻഡിൽ ഓഫ് വരുമ്പോൾ അവർ സാറ്റർഡേ ഒന്നും ജോബ് വയ്ക്കില്ല. നേരെ സ്ട്രൈറ്റ് ഫ്രൈഡേ ടു സൺഡേ. അങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ്, ഭയങ്കര മഞ്ഞാണ്. വണ്ടി ഓടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ബൈ, സി യു ദാറ്റ്. അപ്പോൾ യാത്ര പുറപ്പെടാൻ പോണ്. അവരെത്തി. വണ്ടി വന്ന് കിടപ്പുണ്ട്. നിറയെ നല്ല മഞ്ഞാണ്, ഫുൾ മഞ്ഞാണ്. ഉണ്ടാവും. 7:30 ആയിട്ടുള്ളൂ സമയം. അപ്പോൾ ഗൈസ്, യാത്രയിൽ അവരെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണത്. ഇതിലിപ്പോൾ രാത്രിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. അപ്പോഴും രാത്രി ഇരുട്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ഒരു 5 മണി ടൈമിനുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. രാവിലത്തെ ടൈമാണ്. 8 മണി കഴിഞ്ഞിട്ടും ഇവിടെ സൂര്യൻ്റെ ഒരു അംശം പോലും പതിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു 9 മണി ആയിപ്പോൾ. 9 മണി കഴിഞ്ഞു. 9 മണി കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയിലൊന്നും അധികം ഐസുകളും ഇതുകളും ഒന്നുമില്ല. അത്ര ഡേഞ്ചറല്ല. ഇപ്പോൾ ഇന്നത്തെ വെതർ. സ്നോഫോൾസ് വളരെ കുറവായിരുന്നു. ഇതിപ്പോൾ സ്നോഫോൾസ് വീണിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം വീണിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മാപ്പൊക്കെ നോക്കിയിട്ട് വെതറൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയാണ് പോയത്. അത് കഴിഞ്ഞൊരു 10 മണി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത്തിരി വെളിച്ചം വന്നു, അത്യാവശ്യം വെളിച്ചമായി. നമ്മുടെ നാട്ടിൽ ഒരു 9 മണി 8 മണിയിലത്തെ ഒരു വെളിച്ചം മാത്രമേ കാണാൻ പറ്റൂ. ഒരു ഇരുട്ടിയ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. ചെറിയൊരു വെളിച്ചം അത്ര പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരമുണ്ട് യാത്ര ചെയ്യാനായിട്ട്. ഞങ്ങളതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു എസ്ബർഗ് ഷോപ്പിൽ ഞങ്ങൾ കയറി. അത് പെട്രോൾ പമ്പാണ് ഇവിടെ പെട്രോൾ പമ്പിൽ അല്ലാതും കിട്ടും. ഒരുവിധം പെട്രോൾ പമ്പുകളിലും എല്ലാവിധ സാധനങ്ങളും നമുക്ക് ലഭ്യമാണ്. എല്ലാവിധ സാധനങ്ങളും റെസ്റ്റോറൻറ്റിലുള്ള ഒരുവിധം സാധനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അത്യാവശ്യം വീട്ടിലേക്ക് നമുക്ക് ഗ്രോസറീസ് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് വിത്ത് റെസ്റ്റോറൻറ്റ് കൂടിയുള്ള ഒരു പമ്പാണ്. ഒരുവിധം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. മിഠായികളുണ്ട്, സ്വീറ്റ്സ് അല്ലാതും നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ എസ്ബർഗ് ആണ് ഷോപ്പ്. അപ്പോൾ എനിക്ക് ഇവിടെ എൻ്റെ പാസ് കൊണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് എനിക്ക് ഫുഡ് വാങ്ങിക്കാം. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ്. നല്ല സൂപ്പർ
അന്തരീക്ഷമാണ്. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബഫേ ഉണ്ട് ഇവിടെ, അല്ലാതും ഉണ്ട്. പിന്നെ ടീ, കോഫി എന്തൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓർഡർ ചെയ്യാം. അതൊക്കെ നമ്മൾ സ്വയം സെൽഫായിട്ട് എടുക്കണം എന്ന് മാത്രം. നല്ല സെറ്റായിട്ട് തന്നെയാണ് എല്ലാതും വെച്ചിരിക്കുന്നത്. ഇത് വീഡിയോ ഗെയിം ഇത് ഗെയിമാണ്, ഗംബ്ലിംഗ് ഗെയിമാണ്. അത് നമുക്ക് വേണമെങ്കിൽ കാശിലിട്ട് അതിൽ കളിക്കാം, പൈസ ഇട്ടിട്ട് കളിക്കാൻ പറ്റും. അതുപോലെ ഞാനങ്ങനെ നേരെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബൊഫെ എടുത്തിക്കാണ് എത്തിയത്. ബൊഫയിൽ അത്യാവശ്യം ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നമുക്ക് കഴിക്കാവുന്ന. ക്രിസ്മസ് ആയതുകൊണ്ട് കണ്ട കുറേ ഡെക്കറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബൊഫയാണ്. അപ്പോൾ നമുക്ക് ബൊഫെ ഓർഡർ ചെയ്യാം. അല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു വലിയ ബിഗ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇത്. ഇഷ്ടംപോലെ ഇരിക്കാൻ നല്ല സൗകര്യമുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. ഒരു മാൻ്റെ തല, അത് ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ല, ഒറിജിനലാണ്. അപ്പോൾ എനിക്ക് ഉള്ള ഓർഡർ ഇങ്ങനെയാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും പല പോലെയാണ്. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം നമുക്ക് തരും, ഇലക്ട്രോണിക് സിസ്റ്റം. അത് വൈബ്രേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ റെഡി ആയി എന്നർത്ഥം. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നു, അതിൽ നമ്മുടെ അലയൻസിൻ്റെ ട്രാവൽ ചെയ്യുന്ന അവരുടെ ഷിപ്പ് പോലെയാണ് മൊത്തം റൗണ്ടിൽ ഇങ്ങനെ ലൈറ്റ് കത്തും. എനിക്ക് എത്തി, ഇവിടെ ഫുഡ് എത്തി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് റൊട്ടിയുടെ ഉള്ളിൽ ഉള്ള ചിക്കൻ വെച്ചിട്ടുള്ളതാണ് ഓർഡർ ചെയ്തത്. കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള യാത്ര പട്ടയിലാണ് ഓടിക്കുന്നത്. പട്ടയിൽ ഞാൻ രാത്രി ഇരുട്ടായതുകൊണ്ട് ഞാൻ രാത്രി ഓടിച്ചു വണ്ടി. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഇനിയുണ്ട്. ടോട്ടൽ 4 hours ഡ്രൈവായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 1.5 മണിക്കൂർ ഇനി ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഓണാക്കി. പുള്ളി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് യാത്ര തുടരാണ്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ നിന്നൊക്കെ നിറയെ മഞ്ഞ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രീനൊന്നും കാണാൻ പറ്റില്ല. ഇനി ഒരു 4 മാസത്തേക്ക് ഗ്രീനൊന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടക്കും. കൂടുതലും കുറയിലും മാത്രം വരെ അല്ലാതെ നമുക്ക് ഇനി ഗ്രീൻ കാണാൻ പറ്റില്ല. ഇങ്ങനെ വെളുത്ത് കിടക്കണ പ്രദേശം മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ റോഡിലൊന്നും അധികം ഡേഞ്ചറസ് ഇല്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ 80 സ്പീഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലാപ്രണ്ട എത്താറായി. 14 കിലോമീറ്ററാണ് ഉള്ളൂ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഞങ്ങൾ ലാപ്രണ്ട എത്താറായി. ഇതാണ് ബോർഡിൽ ലാപ്രണ്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലാപ്രണ്ട ആണ് ഞങ്ങൾ പോകുന്ന സ്ഥലം. അപ്പോൾ അവിടെ വലുതായിട്ട് കാണാനും കാഴ്ചകളൊന്നുമില്ല. പക്ഷേ ഞാൻ പുള്ളിയുടെ ഒരു ആത്മസുഹൃത്തായതുകൊണ്ട് പുള്ളിയുടെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു എന്ന് മാത്രം. നല്ലൊരു ആളുകൾ തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ ഫാമിലീസ് ഉണ്ട്. പുള്ളിയുടെ ഒരു ഫ്രണ്ട് അവിടെ താമസിക്കുന്നുണ്ട്. പുള്ളി അവിടെ വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാം. പുള്ളി ആ വീട് എടുത്തിട്ടുള്ളത് ബാങ്കിൻ്റെ ഒന്നും ആയിട്ടില്ല. ബാങ്കിൻ്റെ എല്ലാവിധ ഫോർമാലിറ്റീസുകളും കഴിഞ്ഞതിന് ശേഷം അവർക്ക് കയ്യിൽ കൊടുക്കുള്ളൂ. ബാങ്കുകാർക്ക് ഉറപ്പ് വരുത്തണം. ആളുടെ തൽക്കാലം ഇപ്പോൾ ഒരു റെൻ്റ് വീട്ടിലാണ് താമസിക്കുന്നത്. റെൻ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. പുള്ളിക്ക് 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികൾ. ഒരാൾ 8ൽ പഠിക്കുന്നു. ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്, ഫിൻലാൻഡിൽ തന്നെയാണ് പഠിക്കുന്നത്. ഒരു കുഴപ്പമില്ല, വളരെ സിമ്പിളാണ് എല്ലാ കാര്യങ്ങളും. ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഗവൺമെൻറ് അല്ല ഫിന്നിഷ് ഗവൺമെൻറ്. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അറിയാത്ത ആളുകൾക്ക് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ കാര്യം. ഇത് ആളുടെ പുതിയ വാങ്ങിച്ച വീട്ടിലേക്ക് ആൾ എന്നെ കൊണ്ടുവന്നു. പട്ടയിലും പുള്ളിയാണ് നടക്കുന്നത്. പക്ഷേ താക്കോല് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. നല്ല സൗകര്യം തന്നെയാണുള്ളത്. നമ്മൾ കാണുമ്പോൾ ഇവിടെ വീടുകൾ ചെറിയ വീടുകളാണെന്ന് വിചാരിക്കും. പക്ഷേ ഉള്ളിൽ ഭയങ്കര സൗകര്യങ്ങളാണുള്ളത്. നമ്മുടെ വീടിനേക്കാളും കൂടുതൽ സൗകര്യമുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതിന്. അപ്പോൾ അത്യാവശ്യം ബൗണ്ടറി ഏരിയ ഉള്ള ഒരു വീട് തന്നെയാണ് പുള്ളി എടുത്തിട്ടുള്ളത്. 50,000 euro ആണ് പുള്ളിയോട് ഞാൻ കൈ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ
ഇവിടെ കമ്പനിയിൽ സ്ഥിരമായതുകൊണ്ട് ബോസിനോട് ചോദിച്ചിട്ടാണ് ഇവിടെ വീട് വാങ്ങിച്ചത്. കാരണം കമ്പനിയിൽ പെർമനൻ്റ് ആണെങ്കിലും നമുക്ക് കമ്പനിയിൽ ഉറപ്പില്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമിനൊന്നും ഇവിടെ ഫിൻലാൻഡിൽ നിൽക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഏത് സമയവും നമ്മൾ മൂവ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വീട് പ്രോപ്പർട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ സമയത്തിന് പെട്ടെന്നൊന്നും ആളെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കമ്പനികൾ ആണെങ്കിൽ മാത്രം ചെയ്യുക ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഓരോ ആളുകൾ പെട്ടിട്ടുണ്ട് ഇവിടെ ഫിൻലാൻഡിൽ, ഇഷ്ടംപോലെ ആളുകൾ പെട്ടിട്ടുണ്ട്. ലൈ ഓഫ് കൊടുത്തിട്ടുണ്ട്. കുറേ പേര് പണിയില്ലാതെ 1 മാസം 2 മാസമൊക്കെ വെറുതെ ഇരുന്നിട്ടുള്ള അവസ്ഥകൾ ഒരുപാടുണ്ട്, കഥകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ പുള്ളി ഞങ്ങളിവിടെ നിന്ന് യാത്രയാണ്. അപ്പോൾ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. ഞങ്ങളിവിടെ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെയാണ് റൂം എടുത്തിരിക്കണത്. അപ്പോൾ റൂമിൻ്റെ അവിടേക്ക് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ എങ്ങനെ നടന്നു വരികയാണ് റൂമിലേക്ക്. നടന്ന് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വലിയൊരു ഹോട്ടലല്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു പിൻകോഡ് തന്നിട്ടുണ്ട്. ആ പിൻകോഡ് അതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാവി അവിടെ വരുന്നതാണ്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്പർ പ്രസ് ചെയ്യുക. നമ്പർ പ്രസ് ചെയ്തിട്ട് ആ ബോക്സ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കീ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കിടന്ന് നേരെ കാണുന്നത് ഡോറ്. അത് കഴിഞ്ഞ് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറിയിട്ട് മുകളിലും റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഗസ്റ്റ് ഹൗസാണ്. അങ്ങനെ കയറി ഞങ്ങൾ റിസപ്ഷൻ ഏരിയയിലുണ്ട്. റിസപ്ഷൻ ഏരിയ ആണത്. അവിടെ ഇഷ്ടം പോലെ ഇതാണ് ഹോട്ടലിൻ്റെ പേര്. ഹോട്ടലിൻ്റെ പേര് ശ്രദ്ധിക്കുക. നിങ്ങൾ സൂം ചെയ്ത് നിങ്ങൾ നോക്കുക. അവിടെ ലാപ്രണ്ടിൽ വരുന്ന ആളുകൾക്ക് വളരെ ചീപ്പായിട്ട് ആണ് ഈ റൂം ഉള്ളത്. ഈ 60 യൂറോ ഉള്ളൂ പെർ നൈറ്റ്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ 2 പേർക്കാണ് റൂം എടുത്തത്. അപ്പോൾ 2 പേർക്കുള്ള റൂമിന് നല്ല സൗകര്യം തന്നെയുള്ളതാണുള്ളത്, ഒരു കുഴപ്പമില്ല. പക്ഷെ 3 പേർക്ക് സൗകര്യം കുറവാണ്. അപ്പോൾ താഴെ ഒരു ബെഡ് ഇട്ടിട്ട് താഴെ കിടക്കാൻ ഈസിയാണ്. ബെഡ് എക്സ്ട്രാ ബെഡ് അതിൻ്റെ ഇടയിൽ ബെഡിൽ തന്നെ ഉണ്ട്. ആ പുള്ളി തന്നെ ഡോർ തുറക്കുമ്പോൾ തന്നെ അത്യാവശ്യം തിരക്കേടൊന്നും പറയാനില്ലാത്ത വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവർ. പിന്നെ യൂറോപ്യൻ ബാത്റൂമുകളും ഇതുപോലെ ബാത്ത് ചെയ്യണ പ്ലേസുകളൊക്കെ വളരെ അധികം സ്പേസ് കുറഞ്ഞതായിരിക്കും. നമ്മുടെ നാട്ടിലെ പോലെ വലിയ സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉദ്ദേശം കുളിക്കാനും അത്യാവശ്യം ബാത്റൂമിൽ ഇരിക്കാനുള്ള സൗകര്യം മാത്രം ഉള്ള ഒരു ടോയ്ലറ്റ് റൂമായിരിക്കും ഉള്ളത്. അപ്പോൾ അത്യാവശ്യം ഞാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലുള്ള റൂം തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ബെഡൊക്കെ നീക്കിയിട്ട് അങ്ങോട്ട് നീക്കിയിട്ട് ഞങ്ങൾ ഒരാളും കൂടി താഴെ അവിടെ കിടന്നു. അങ്ങനെ 3 പേരുണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ മൈക്രോവേവ് ഓണൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ തൊട്ടടുത്തുള്ള എസ് മാർക്കറ്റിലെത്തി. അതേപോലെ അവിടെ തൊട്ടടുത്ത് ഇത് കാണുന്നത് സെമിത്തേരിയാണ്. ഭയങ്കര ഹ്യൂജ് വലിയ ഒരു സെമിത്തേരിയാണ് നിങ്ങൾ കാണുന്നത്. ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. പക്ഷേ ശരിക്കും അങ്ങോട്ട് സൂം ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അവിടേക്കൊന്നും പോകാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട് ഇവിടുന്ന് രാവിലെ. കാരണം 4 hours ഡ്രൈവാണ് ഇവിടുന്ന്. അപ്പോൾ എസ് മാർക്കറ്റിലെത്തി. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു എസ് മാർക്കറ്റിൻ്റെ ഒരു വണ്ടിയാണ്. ഇത് ഡെലിവറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നമ്മൾ ഫുഡ് നിങ്ങൾ ഓൺലൈനിലോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഈ വണ്ടി അവിടെ എത്തും. ഈ ഏരിയയിലുള്ള, അതായത് ഈ സിറ്റിയിലുള്ള എവിടെയും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാവുന്ന ഒരു വണ്ടിയാണത്. അത് അവിടെ നിങ്ങളുടെ വീട്ടിലെത്തും. അത് തുറന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് എടുക്കുക, അതേപോലെ പറഞ്ഞു വിടുക. അതിനെ വളരെ സിമ്പിൾ ഒരു മെത്തേഡാണ്. അപ്പോൾ ഒരു പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത്യാവശ്യം പാത്രങ്ങൾ ഉപയോഗിക്കാം, കപ്പുകൾ എല്ലാം ഉപയോഗിക്കാം നമുക്ക്. അത് കഴുകാനുള്ള ഒരു ഇതാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ഉപയോഗിച്ചില്ല. ഞങ്ങൾ സാധാരണ മാനുവൽ ആയിട്ട് തന്നെയാണ് പാത്രം കഴുകിയത്. എന്നിട്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചു. ഞങ്ങളുടെ ഫുഡും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ പേര്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലാൽപ്രണ്ട. അപ്പോൾ മുകളിലേക്കും റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മുകളിലും നമ്മൾ ഇഷ്ടംപോലെ റൂമുകളുണ്ട്, താഴെ റൂമുകളുണ്ട്. പക്ഷേ വളരെയധികം ആൾക്കാർ കുറവാണ് താമസിക്കാനായിട്ട് ഇവിടെ. ഇങ്ങനത്തെ ബിസിനസ്സുകൾ വളരെ ഡിമ്മ് തന്നെയാണെന്ന് പറയാം, വളരെ മോശം തന്നെയാണെന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ഏരിയകളിൽ മാത്രമേ, ഹെൽസിങ്കി അങ്ങനെയുള്ള ഏരിയകളിൽ മാത്രമേ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് ഗുണമുള്ളൂ. അല്ലാത്ത
ഏരിയകൾ വളരെ മോശം തന്നെയാണ്, ആൾക്കാർ കുറവാണ് ഇവിടെ. ടൂറിസത്തിന് വരുന്ന ആൾക്കാർ വരെ വളരെ കുറവാണ്. ഇതാണ് ഞങ്ങളുടെ റൂം നമ്പർ. ഞാൻ ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. എല്ലാം കൂടി ഒന്നുകൂടി റൂം ഇതാണ്. പ്രത്യേകിച്ച് സൗകര്യമുണ്ട്. പട്ടേൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞങ്ങൾ ഓവണിൽ ചൂടാക്കി. ഞാൻ ഒരു ചിക്കൻ ബർഗർ പോലത്തെ ഒരു ഐറ്റമാണ് വാങ്ങിച്ചത്. അതിൽ ചൂടാക്കി കഴിക്കുന്നു. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാത്റൂം ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. അത് കാണുന്നത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ടാപ്പാണ്. അതായത് വാഷിംഗ് ബേസിനാണ്. പ്ലാസ്റ്റിക്കാണ്, ജസ്റ്റ് അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് മാത്രം. അപ്പോൾ എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. ബാത്ത് ചെയ്യാനുള്ള സൗകര്യം, പിന്നെ സോപ്പ് എല്ലാതും അവിടെ തന്നെ ഉണ്ട്. നമ്മൾ സോപ്പൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാവിധ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ടി വിയും ഒക്കെ ഉണ്ട്, എല്ലാതും ഉണ്ട്. സെറ്റപ്പ് തന്നെയാണ്, സൗകര്യമുള്ള റൂം തന്നെയാണ് എല്ലാതും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ കീ നമ്മൾ അവിടെ ഒരു ഇതുണ്ട് റിസപ്ഷനിൽ. പുള്ളിക്ക് അറിയാത്തതുകൊണ്ട് പുള്ളി അവിടെ ഒക്കെ തുറക്കാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ ഇവിടെ തന്നെ തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ കീകൾ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതിൽ തന്നെയാണ് നിക്ഷേപിക്കേണ്ടതെന്ന്. അതിൽ തന്നെ നിക്ഷേപിച്ചു. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കീ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ മേഡം പറഞ്ഞു അവിടെ തന്നെ ഒരു റിസപ്ഷനിൽ തന്നെ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിക്ഷേപിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ അത് വെച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ച് ഇനി ഞങ്ങൾക്ക് തിരിച്ച് ഹെൽസിങ്കി ഏരിയയിലേക്ക് പോകേണ്ടതുകൊണ്ട് ഹെൽസിങ്കി ഏരിയയിലാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ തിരിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അവിടുന്ന് പുള്ളിയുടെ വണ്ടി ബജറ്റാണ്. ബജറ്റിൽ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. മൊത്തം മഞ്ഞൊക്കെ കിടക്കുകയാണ്. മഞ്ഞ് മൊത്തം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഇനി ഇതുമ്മ കുറച്ച് പണികൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ നീക്കാൻ ശ്രമിച്ചു. അല്ലാതും അങ്ങനെ നീക്കി ഫുള്ള് മഞ്ഞൊക്കെ നീക്കി എല്ലാതും ക്ലിയറാക്കി, ഗ്ലാസ്സൊക്കെ ക്ലിയറാക്കിയതിന് ശേഷം നമ്മളോട് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. കാരണം ഇവിടെ പോലീസ് വളരെ ചെക്കിങ്, ഇങ്ങനെ ഈ വണ്ടികൾ ഓടിക്കുന്ന ആളുകളെ പ്രത്യേകം അവർ ശ്രദ്ധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിമിനൽ കേസാണ് അവർ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ വണ്ടി ഓടിച്ച് വല്ലവർക്ക് തട്ടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ ഡ്രിങ്ക്സ് അടിച്ചിട്ട് വണ്ടി ഓടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമാണ്. നമ്മുടെ വിസ ഇതിനെ വരെ നമ്മളെ ബാധിക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ തിരിച്ചു വന്നു. പിന്നെ ഇവിടെ ആൽക്കഹോൾ നമ്മൾക്ക് കഴിച്ച് ഡ്രൈവ് ചെയ്യാമെന്നുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ അത് അഡ്വാൻറ്റേജ് ചെയ്ത് നിങ്ങൾ ഡ്രിങ്ക്സ് ഒരു പെർസെൻറ്റേജ് വരെ കഴിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. അതിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഫൈൻ ചെയ്യും. അത് പിന്നെ നമ്മുടെ സ്റ്റാറ്റസിനെ ബാധിക്കും, ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ ബാധിക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ച് അവിടെ തന്നെ എത്തി. അവിടെ തന്നെ ഞങ്ങൾ വന്നു. സെയിം ഷോപ്പിൽ തന്നെ ഞങ്ങളെത്തി. ആ സെയിം ഷോപ്പിൽ ഞങ്ങൾ ഇറങ്ങി ഇന്നത്തെ ഭക്ഷണം ബൊഫെ എടുക്കാൻ തീരുമാനിച്ചു. ബൊഫയിൽ നല്ല അത്യാവശ്യം നല്ല ഫുഡുകൾ തന്നെയുണ്ട്. ഇഷ്ടംപോലെ ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ സോസേജ്, സലാഡ്സ്, പൊട്ടാറ്റോ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ വിഭവങ്ങൾ ഇന്നുണ്ട്. അത് കാരണം ഞങ്ങൾ ബൊഫെ എടുക്കാൻ തീരുമാനിച്ചു. 17 യൂറോയാണ് ബൊഫയ്ക്ക്. ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് ഇഷ്ടമാണ് എടുത്ത് കഴിക്കാം, എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അപ്പം ഞാൻ അത്യാവശ്യം എനിക്ക് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ഭക്ഷണം എടുത്തു കഴിക്കാൻ തീരുമാനിച്ചു. അവിടെ ഇരിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യം തന്നെയാണുള്ളത്. പിന്നെ ബാത്റൂമിൽ പോകാൻ ഇഷ്ടംപോലെ നല്ല ബാത്റൂമുകൾ, നല്ല ക്ലീൻ ടോയ്ലറ്റ്സ് അല്ലാതുകൊണ്ട് ഞങ്ങളിപ്പോൾ കഴിക്കാൻ തീരുമാനിച്ചു. ഞാൻ എടുത്തത് ഇങ്ങനെയാണ്. ബീഫ് ഉണ്ട്, എനിക്ക് ബീഫ് കറി. ഞാൻ ബീഫ് കഴിച്ചിട്ട് കുറേ നാളുകളായി. അത് കാരണം കുറച്ച് അധികം തന്നെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞതിന് നമ്മൾ നിക്ഷേപിക്കേണ്ട സ്ഥലമാണത്. അപ്പോൾ ഗായ്സ്, വീഡിയോ എന്താ പറയുക, ഇനി അടുത്ത വീഡിയോ കാണുന്നത്. ബൈ ഗായ്സ്.